മലപ്പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്താ ആദ്യ പ്രതികരണം? മലപ്പുറം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇടതുപക്ഷത്തിന്റെ വലിയ പോരാട്ടം ഇന്ത്യയിൽ പാർലമെന്റിനകത്തും പുറത്തും ശക്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗമുള്ള നാടാണ് മലപ്പുറം. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വലിയ ആവേശകരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, അതിൽ പങ്കെടുത്ത നിരവധി പേരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് മലപ്പുറം. ആ മലപ്പുറം ഈ സംഘപരിവാരത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. ഇടതുപക്ഷമാണ് ഗ്യാരണ്ടി എന്ന് തന്നെയാണ് മലപ്പുറം വിശ്വസിക്കുന്നത്. ലീഗിന്റെ പൊന്നാപുരം കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത്. അത് മറികടക്കോ? മറിക്കോ? എല്ലാ പൊന്നാപുരം കോട്ടകളും നമ്മുടെ രാജ്യത്ത് പൊളിഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അനുഭവം തന്നെയായിരിക്കും ഇവിടെ മലപ്പുറത്ത് ആവർത്തിക്കാൻ പോകുന്നത്. ഇത് സംഘപരിവാരത്തിനെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ ഒരു കേന്ദ്രമാണ് കേരളം. ആ കേരളത്തിന്റെ കരുത്ത് ഇടതുപക്ഷമാണ് ഗ്യാരണ്ടി എന്ന് തന്നെയായിരിക്കും മലപ്പുറം പറയുക. ന്യൂനപക്ഷ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവരുടെ വോട്ടുകൾ ഇടതുപക്ഷമായിരിക്കും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ആ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും ആ പ്രസ്ഥാനത്തിന് കരുത്ത് പകരുന്ന തരത്തിലുള്ള വലിയ ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ഇ.ടി. മുഹമ്മദ് ബഷീർ, സമദാനം തുടങ്ങിയ മുതിർന്ന നേതാക്കളാണ് അവര് കുറെ കാലമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. അവരെക്കുറിച്ചും നാടിനറിയാം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഞങ്ങളെയൊക്കെ ഈ നാടിനറിയാം. ആ നാടിന് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന് വലിയ പിന്തുണ കൊടുക്കണം എന്ന് ആ നാട് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.